ശക്തന്റെ തട്ടകത്തിൽ പുലികളുടെ പെരുങ്കളിയാട്ടം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നടുവിലാൽ പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ പുലികളി സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെവിൻ കെ വിജയനും സൈഫുനിസ അലിയാരും ലക്ഷ്മി പത്മയും സഹിൻ ആന്റണിയുമാണ് തത്സമയം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി, കാഴ്ചകളുമായി, വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രധാനപ്പെട്ട പ്ലോട്ടുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഓരോ ദേശങ്ങളും പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി 4 ദേശങ്ങൾ കൂടി ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്നുള്ളതാണ് ലെവിൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവിധ നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ ഉൾപ്പെടെ കാണാനാകുന്നുണ്ട്. വളരെ ആവേശത്തോടെ മത്സരബുദ്ധിയോടുകൂടി പുലികളെല്ലാം അണിയിച്ചൊരുക്കുന്നുണ്ടെങ്കിൽ പോലും വിജയത്തിനപ്പുറത്തേക്ക് പങ്കാളിത്തത്തിൽ തങ്ങൾ നടത്തുന്ന ആ ഒരു പെർഫോമൻസ്, അവരുടെ ആ ഒരു സാന്നിധ്യം, അതാണ് ഓരോ ദേശങ്ങളും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് തത്സമയം ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവ് ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഓരോ പ്ലോട്ടുകളായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം ഇങ്ങനെ താഴേക്ക്, സൂര്യൻ താഴ്ന്നു തുടങ്ങുന്ന സമയം കൂടുതൽ വർണ്ണശോഭയോടെ ഫ്ലൂറസെന്റ് പുലികളെ ഉൾപ്പെടെ ഓരോ ദേശങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ, കുടമാറ്റത്തിലെ അല്ലെങ്കിൽ പൂരത്തിലെ കുടമാറ്റത്തിലെ ആ ഒരു സസ്പെൻസ് പോലെ തന്നെ ഓരോ പുലികളെയും, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുലികളെയും പ്ലോട്ടുകളെയും എല്ലാം ഓരോ ദേശങ്ങൾ ഇങ്ങനെ ആവേശത്തോടെ പുറത്തിറക്കുകയാണ്. അതെല്ലാം വളരെ ആരാധനയോടെ, ആവേശത്തോടെ കണ്ട് കൊതിതീരാതെ വീണ്ടും വീണ്ടും കാണുകയാണ് തൃശ്ശൂർക്കാർ. നേരിട്ട് കാണാനാവാത്ത എല്ലാ മലയാളികൾക്കും ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ തത്സമയം ഈ ദൃശ്യങ്ങൾ, ഓരോ ദൃശ്യങ്ങളും, ഓരോ ഫ്രെയിമുകളും പ്രേക്ഷകരിലേക്ക് അതിവേഗത്തിൽ ഞങ്ങൾ എത്തിക്കുകയാണ്. ഓരോ പ്ലോട്ടുകളായി ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യന്തോൾ ദേശത്തിൻ്റെ പുലികളി സംഘം അല്പസമയത്തിനോടകം തന്നെ അവിടേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പമുണ്ട്. സൈഫുനിസ, ഇപ്പോൾ ഓരോ ദേശങ്ങളായി മുന്നോട്ട് വരികയാണ്. സൈഫുനിസ ഉണ്ടായിരുന്നത് വിയൂർ ദേശത്തിനൊപ്പമായിരുന്നല്ലോ. വിയൂർ ദേശം എവിടെ എത്തി? എന്തൊക്കെ സർപ്രൈസുകൾ ഇനി ബാക്കി നിൽക്കുന്നു സൈഫു? ബിനിൽ, ഞാനിപ്പോഴും ഉള്ളത് വിയൂർ ദേശത്തിൻ്റെ ഒപ്പം തന്നെയാണ്, വിയൂർ ദേശത്തിൻ്റെ കൂടെയാണ് ഉള്ളത്. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവരിപ്പോൾ നടുവിലാൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മാർക്കിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കിംഗ് പോയിന്റിൽ നടത്തുന്ന പ്രകടനമാണ് കാണുന്നത്. അവർ ജഡ്ജസ് മാർക്കിടാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചത് അല്പസമയം മുമ്പ്. ആ പ്രകടനമാണ്, അത് തുടരുകയാണ് ഇവിടെയുള്ളവർ. മുമ്പിൽ കരിമ്പുലി, അതിനിടയിൽ ഓരോ ലൈനിലും ഓരോ ഫ്ലൂറസെന്റ് പുലി, വരയൻ പുലികള്, പുള്ളിപ്പുലികള്, വെള്ള സിംഹങ്ങളാണ് കേട്ടോ, വെള്ള സിംഹങ്ങൾ. അങ്ങനെ ഓരോ പുലികളും അവരുടെ ഓരോ ചുവടുകൾ വെക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കരിമ്പുലിയെ, അവരുടെ ഇത്തവണത്തെ സ്പെഷ്യലായ ഒരു നീളൻ പല്ലുകളുള്ള പുലിയാണ് ഏറ്റവും മുമ്പിലുള്ളത്. എല്ലാ പുലികൾക്കും അത്തരം വലിയ പുലിപ്പല്ലാണ്, നീളത്തിലുള്ള പുലിപ്പല്ലാണ്. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും വലിയ പുലിപ്പല്ലാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഓരോ രീതിയിലും അവരുടെ പുലിപ്പാതുകം അണിഞ്ഞ് ഓരോ ചുവട് വയ്ക്കുകയാണ്. ഈ ലൈറ്റുകൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ നന്നായി തന്നെ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്, വെളിച്ചം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഓരോ ഭാഗത്തും സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേകം ലൈറ്റുകളിലൂടെയാണ് ഈ വെളിച്ചം വരുന്നത്. അതുകൂടാതെ തന്നെ വിയ്യൂർ സംഘം ഒരുക്കിയിരിക്കുന്ന പ്രത്യേകം ഒരു ഫ്ലാഷ് ലൈറ്റുമുണ്ട്. ഈ ലൈറ്റൊക്കെ ഈ പുലികളുടെ ദേഹത്തേക്ക് അടിക്കുമ്പോൾ ഓരോ വരയും കുറിയും എല്ലാം തന്നെ നമുക്ക് തെളിഞ്ഞു കാണാവുന്ന രീതിയിലാണ് ഈ വെളിച്ചം പുലിയുടെ ദേഹത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട പുലിയല്ല ഇപ്പോൾ കാണുന്നത്, ഇതുവരെ കണ്ട പുലിരൂപമല്ല ഇപ്പോൾ കാണുന്നത്. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു, എത്ര മനോഹരമായ ചുവടുവെപ്പുകളാണ്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പുലിയുടെ മുൻപിലും പിൻപിലും പുലിമുഖമുണ്ട്. സാധാരണ മുൻപിൽ മാത്രമാണ് പുലിമുഖം കാണാറുള്ളത്. പക്ഷെ ഇത്തവണ നോക്കൂ, ഈ കരിമ്പുലിക്ക് ചുറ്റും പുലിമുഖമുണ്ട്, മുൻപിലും പിന്നിലും ഒക്കെ. മുമ്പിലെ പുലിമുഖമാണോ പിന്നിലെ പുലിമുഖമാണോ കുറച്ചുകൂടെ ഭംഗിയുള്ളത്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എടുത്ത് അറിയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ തന്നെ ഒരു അത്ഭുതമായിരിക്കും. എന്തായാലും ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള അത്തരം മനോഹരമായ ഒരു പുലി. എന്തായാലും പുലികൾ നഗരം കീഴടക്കിയിരിക്കുകയാണ്. നഗരം കീഴടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ടിന്റെ സൗത്ത് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സെൻട്രലിലേക്ക് എത്തും. എന്തായാലും നോക്കൂ,
വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പുലിക്കളി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മാർക്കിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ പുലികളുടെ ഏറ്റവും മനോഹരമായ ചുവട്, ഏറ്റവും നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ചുവടുവെപ്പാണ് നടത്തുന്നത്. വിയ്യൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച പുലിക്കളിക്കുള്ള ട്രോഫി വാങ്ങിയതാണ് വിയ്യൂർ സംഘം, വിയ്യൂർ ദേശം പുലിക്കളി സംഘം. ഇത്തവണയും അത് നേടും എന്നുറച്ചുകൊണ്ടുള്ള ഓരോ ചുവടുവയ്പ്പുമാണ് വിയ്യൂർ സംഘം നടത്തുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു! നീലപ്പുലിയും കരിപ്പുലിയും പച്ചപ്പുലിയും മഞ്ഞപ്പുലിയും പിങ്ക് പുലിയും വെള്ളപ്പുലിയും വരയപ്പുലിയും പുള്ളിപ്പുലിയും ഒക്കെ എത്ര മനോഹരമായി ചുവട് വയ്ക്കുന്നു. ആ താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്നു. ഏറ്റവും പിന്നിൽ അവരുടെ ഏറ്റവും മൂത്ത പുലി അവിടെ നിൽക്കുന്നു. വലിയ വയറൊക്കെയായി ആ പുലിയും നിൽക്കുന്നു. എത്ര മനോഹരമായ കാഴ്ച! നമുക്കിത് കാണണമെങ്കിൽ ഇനി അടുത്ത ഒരു ഓണക്കാലം വരണം ബിനിൽ. അതുവരെ നമുക്ക് ഈ ഓർമ്മകളിൽ ജീവിക്കേണ്ടി വരും. നമ്മൾ ഉറപ്പായും ആ ഓർമ്മകളാണ് ഓരോ തൃശ്ശൂരുകാരെയും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരെയും, ഓരോ മലയാളികളെയും, ഓരോ പുലിക്കളി സ്നേഹികളെയും ഇങ്ങനെ ഒരു കൊല്ലം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും, അല്ലെങ്കിൽ അതിനിടയിൽ വരുന്ന ഓരോ ആഘോഷങ്ങളായിരിക്കും. അങ്ങനെ ആഘോഷങ്ങളിൽ നിന്ന് ആഘോഷങ്ങളിലേക്കുള്ള അധ്വാനത്തിൻ്റെ നാളുകളാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു ജീവിതം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഒട്ടും ക്ഷീണിക്കാതെ ഓരോ ചുവട് വെക്കുമ്പോഴും ആവേശം ഇങ്ങനെ കൂടിക്കൊണ്ട് അരമണി കിലുക്കിക്കൊണ്ട് ഓരോ ചുവടും ആ പുലിത്താളത്തിനൊപ്പം, പൂരത്തിൻ്റെ താളമല്ല പുലിത്താളമാണ്, പുലിത്താളത്തിനൊപ്പം ഇങ്ങനെ ഓരോ പുലികളും മുന്നോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.